അസ്സലാമു അലൈക്കും. ഞാൻ ഇന്നുള്ളത് ദാറുൽ മാരിഫ് അറബിക് കോളേജിലാണ്. ദാറുൽ മാരിഫിൽ ഇസ്ലാമിയ വലിയോറയിലാണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. ഈ സ്ഥാപനത്തിൻ്റെ പ്രത്യേകത എന്തെന്നാൽ 50 വർഷത്തോളമായി ഈ സ്ഥാപനം നിലനിന്നു പോരുന്നു. ഇതിൻ്റെ കീഴിൽ ഒരുപാട് പദ്ധതികൾ കേരളത്തിനകത്തും പുറത്തും നടന്നു വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഇവിടെ കൊടുക്കുന്ന ബിരുദം സൈനി എന്ന ബിരുദമാണ്. അതായത് മഖ്ദൂം കുടുംബത്തിലെ ഓടക്കൽ തറവാട്ടിലെ OK ബാപ്പു ഉസ്താദാണ് ഇതിൻ്റെ സ്ഥാപകൻ. ഇന്ന് അവരുടെ തലമുറയായിട്ടുള്ള OK കുടുംബത്തിൽ തന്നെ, ഓടക്കൽ തറവാട്ടിലെ കുടുംബങ്ങളിൽ തന്നെയാണ് ഇതിൻ്റെ ചുമതലയും ഉള്ളത്. ഈ 50ാം വാർഷിക പ്രോഗ്രാമിന് ഇവരൊരു പ്രത്യേകമായൊരു പ്രോഗ്രാം വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നമുക്ക് സന്തോഷമുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു. അതായത് പാണക്കാട് അബ്ബാസ് അലി ഷിഹാബ് തങ്ങൾ, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, പൊന്മുള ഉസ്താദ്, നജീബ് മൗലവി ഉസ്താദ്, അതേപോലെ കോഴിക്കോട് വലിയ കാലി, ഇങ്ങനെയുള്ള ഒരുപാട് ജമലുൽ തങ്ങൾ, അതേപോലെ ഒരുപാട് പണ്ഡിതന്മാർ, പല സുന്നി സംഘടനയിലുള്ള പണ്ഡിതന്മാരും, അതേപോലെ മുസ്ലിം ലീഗിൻ്റെ കരുത്തനായ കുഞ്ഞാലി കുട്ടി സാഹിബും, അതേപോലെ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വ്യത്യസ്തമായ മനസ്സിൽ കുളിരേകുന്ന സന്തോഷം തോന്നുന്ന കാഴ്ചയാണ് ദാറുൽ മാരിഫിൻ്റെ പ്രത്യേകത. എല്ലാ സംഘടനകൾക്കും അതേപോലെ എല്ലാ ആളുകളെയും സുന്നി സംഘടനയെയും ചേർത്തിറക്കിക്കൊണ്ട് എല്ലാവരെയും ഒരുപോലെ കാണുന്ന ഒരു സമ്പ്രദായം എനിക്ക് ഭയങ്കരമായി ഇഷ്ടപ്പെട്ട ഒരു കാര്യമായിരുന്നു. ഞാൻ ഇവർക്ക് കുറച്ച് കാര്യങ്ങൾ പ്രസംഗ പരിശീലനത്തിൻ്റെ ചെറിയ മൊഡ്യൂളുകളൊക്കെ കൊടുക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ മാനു ഉസ്താദിനെ കാണാൻ പറ്റി, ദുആ ചെയ്യാൻ പറ്റി. ഇതൊക്കെയാണ് നമ്മൾ ജീവിതത്തിൽ വലിയ മുതൽക്കൂട്ടായി കാണുന്നത്. നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ഒരു ഹറാം കാണാത്ത ഒരാളാണ്, അതും ഉസ്താദായിട്ടുള്ള ഒരാളാണ്, വലിയ പണ്ഡിതൻ, കുറേ മുതാലിമീങ്ങൾക്ക് കിതാബ് കൊടുക്കുന്ന ഒരാളെ കാണണമെങ്കിൽ നിങ്ങൾക്ക് വലിയോറയിൽ പോയി മാനു ഉസ്താദിനെ കാണാം. അതായത് ഹിഫ്ദുൽ ഖുർആൻ കോളേജുണ്ട്, അവിടെ ദർസുണ്ട്, അതേപോലെ കമ്പ്യൂട്ടർ പഠിപ്പിക്കുന്നുണ്ട്, ലൈബ്രറി സംവിധാനമുണ്ട്. അപ്പം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ മാനു ഉസ്താദിനെ പോയി കാണുക. ഹറാം കാണാത്ത മനുഷ്യനാണ്.